ഇങ്ങനെ മാലിന്യം വലിച്ചെറിയുന്ന ആൾക്കെതിരെ തക്കതായ ശിക്ഷ കൊടുക്കുകയും ഫൈനിടുന്ന നടപടികളും എടുക്കണം. ഇനി താക്കീത് കൊണ്ടും അവബോധം നടത്തുന്നത് കൊണ്ടും എന്ത് പരിഹാരമുള്ളത്? 2 വാഹനം കൊണ്ടുവന്നത് നമുക്കൊരു 3 കിലോമീറ്റർ ആയപ്പോഴത്തേന് ഇത് ഫുള്ളായി. നമ്മൾ അറിയേണ്ടത് ഇവിടുത്തെ വെള്ളമാണ് നമ്മളെല്ലാം വീട്ടിൽ നമ്മുടെ ടാപ്പ് തുറന്ന് നമുക്ക് കിട്ടുന്നത്. നാടുകാണി എന്ന് പറയുന്നത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാലിയാണ്. ശരിക്കും വെസ്റ്റേൺ ഘാട്ടിൽ പാലക്കാട് ഗ്യാപ്പ് കൂടാതെ ഒരു ഗ്യാപ്പ് ചെറുതായിട്ടുണ്ട്. അത് നമ്മുടെ വണ്ടൂരും നിലമ്പൂരും മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഇടവണ്ണയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്യാപ്പാണ്. ഈ ഒരു ഗ്യാപ്പിൻ്റെ മേൽഭാഗത്ത് കടലിൽ നിന്ന് 100 കിലോമീറ്ററോളം മാറിയിട്ട് വഴിക്കടവ് മുതൽ മേലോട്ട് ഗൂഡല്ലൂരിലേക്കും ഊട്ടിയിലേക്കെല്ലാം പോകുന്ന ഈ ഒരു ചുരത്തിൻ്റെ താഴ്വാരത്തിൽ നിന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉറവകളെല്ലാം ജനിക്കുന്നത്. ഇപ്പോൾ ചാലിയാർ ജനിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ വയനാട് മേപ്പാടി ഭാഗത്തെ വെള്ളവും അതുപോലെ തന്നെ ഈ കരുളായി ഭാഗത്തെ വെള്ളവും നിലമ്പൂരിലെ നാടുകാണി ചുരത്തിലെ ഗൂഡല്ലൂരിലെ മുക്കുറുത്തി നാഷണൽ പാർക്ക് ഊട്ടിയിലെ വെള്ളവും ഒക്കെ ഒഴുകി വന്ന് ചേരുന്ന ഒരു സംഗമ ഭൂമിയാണ് നിലമ്പൂർ വാലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചുരത്തിലൂടെയാണ് നമ്മുടെ നാട്ടുകാർ മൊത്തം മലബാറിൽ വിശേഷിച്ച ആളുകൾ ഊട്ടിയിലേക്കും വയനാട്ടിലേക്കും മൈസൂരിലേക്കും മസനഗുഡിയിലേക്കും എല്ലാം പോകുന്നത്. അപ്പോൾ അനുദിനം ആയിരക്കണക്കിന് വാഹനങ്ങളും മനുഷ്യരും കടന്നു പോകുന്ന ഒരു പാതയിൽ വളരെ ഒരു തടസ്സമില്ലാതെ, കാരണം കാടാണല്ലോ, വേസ്റ്റ് ഇവിടെ തട്ടിപ്പോവാണ്. അപ്പോൾ ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാന്ന് പറയുന്നത് ഒരു സന്നദ്ധ സംഘത്തിന് കഴിയാവുന്ന പണിയല്ലത്. അത്രയേറെ വേസ്റ്റ്, വീട്ടിലെ വേസ്റ്റ് യാത്ര ചെയ്യുമ്പോൾ ഡിക്കിയിൽ വെക്കുകയും ഇവിടെ കൊണ്ടുപോയി തട്ടുകയും ചെയ്യുന്ന പ്രവണത വരെ ഇന്നത്തെ ഡ്രൈവിൽ കാണാൻ പറ്റും. അപ്പം ഈ പോകുന്ന വഴിയിലെ തെർമോക്കോൾ പ്ലേറ്റോ ഗ്ലാസ്സോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ബിയർ കുപ്പികൾ കാണാൻ പറ്റും, വാട്ടർ ബോട്ടിൽ കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് ബെഡ്ഷീറ്റ്, നമ്മുടെ വീട്ടിൽ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ വസ്തുക്കളും സ്വന്തം വാഹനത്തിൽ കയറ്റിയിട്ട് ചുരത്തിലെ 10 കിലോമീറ്റർ നടന്നപ്പോഴേ നമ്മളത് കാണാൻ സാധിച്ചു. നമ്മൾ അറിയേണ്ടത് ഇവിടുത്തെ വെള്ളമാണ് നമ്മളെല്ലാം വീട്ടിൽ നമ്മുടെ ടാപ്പ് തുറന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മളങ്ങനെ പറയുമ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് വരും. ചാലിയാറിലെ വെള്ളം എടുത്തിട്ടാണ് കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ എല്ലാ മുനിസിപ്പാലിറ്റിക്കും നഗരസഭയ്ക്കും കൊടുക്കുന്നത്. അത് ശുദ്ധീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സാനിറ്ററി പാഡ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിലെ മലമൂത്ര വിസർജ്യങ്ങൾ ഒഴുകിയിട്ട് അത് നമ്മളെ ടാപ്പിലെത്തും. നമ്മളിവിടെയുള്ള തൊട്ടടുത്തുള്ള പ്രദേശവാസികളുടെ വീട്ടിൽ നിന്നൊക്കെ വെള്ളം കളക്ട് ചെയ്ത് പരിശോധിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ആളുകൾ മാലിന്യം വലിച്ചെറിയുന്ന സമയത്ത് ഈ വെള്ളത്തിലൊക്കെ അമിതമായിട്ട് നമ്മുടെ കക്കൂസ് മാലിന്യത്തിലൊക്കെ കാണുന്ന ഈക്കോളിനും അതുപോലെ കോളിഫോം ബാക്ടീരിയയും അമിതമായിട്ടുണ്ട്. അൺകൗണ്ടബിൾ എന്നാണ് റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനൊരു പരിഹാരമാർഗ്ഗമാണ് വേണ്ടത്. എന്നും ഇത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് പരിഹാരമാർഗ്ഗമല്ല. നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്തു, നാളെ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വരിക, മറ്റന്നാളും ക്ലീൻ ചെയ്യുന്ന അവസ്ഥ വരുന്നത് അതൊരു നല്ല സൂചനയല്ല. ക്ലീൻ ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കാനായി എന്ന് വെച്ചാൽ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നിർണിതമായ സ്ഥലങ്ങൾ കാണുന്നുവെങ്കിൽ അവിടെ മാത്രമാണ് വേസ്റ്റ് നിക്ഷേപിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് ഹരിത കർമ്മസേന. നമ്മൾ 2 ദിവസം യാത്ര കഴിയുമ്പോൾ തിരിച്ച് ആ വേസ്റ്റ് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഹരിത കർമ്മസേന നമ്മുടെ ഒപ്പം ഉണ്ടാവും. ആ ഹരിത കർമ്മസേനക്ക് 50 രൂപ എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ വേസ്റ്റ് കൊണ്ടുപോകും. പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഇതിലൊക്കെ നമുക്ക് വേസ്റ്റ് ബിന്ന് സംവിധാനം വെച്ചുകൂടെ എന്ന്. ഇത് കാനനപ്പാതയാണ്. ഇത്തരത്തിൽ കാനനപ്പാതകളിൽ മാലിന്യമിടുന്ന ബിന്ന് വെക്കുന്ന സമയത്ത് അതും ഒരു തെറ്റായിട്ടുള്ള സൂചനയാണ് കൊടുക്കുന്നത്. കാട്ടിൽ വേസ്റ്റ് ഇടാനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത് പോലെയാണത്. പക്ഷേ അത്തരത്തിൽ വേസ്റ്റ് ബിന്ന് കാട്ടിൽ വെക്കുന്ന സമയത്ത് ആന പോലെയുള്ള ജീവജാലങ്ങൾ അതിൽ നിന്ന് ഈ മാലിന്യം എടുത്ത് കഴിക്കുന്നുണ്ട്. ഈ ഒരു ചുരത്തിൻ്റെ 2 ഭാഗത്തും പുഴകളുണ്ട് എന്നുള്ളതാണ്. അപ്പുറത്ത് പുന്നപ്പുഴയുണ്ട്. അപ്പോൾ പുന്നപ്പുഴ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും അത് ഒഴുകുന്നത് നമ്മുടെ ഈ പുഞ്ചക്കൊല്ലി ഭാഗത്താണ്. ഇവിടെ കാരക്കോടം പുഴയും മറ്റു പുഴകളൊക്കെ താഴ്ഭാഗത്തുണ്ട്. അങ്ങനെ പുഴകളുടെ ഒരു വാലിയാണത്. അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് ഇഷ്ടം പോലെ ഏത് നേരവും ആനകളും മറ്റു വന്യജീവികളും നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് നാടുകാണി ചുരം. നമ്മൾ 4 വർഷം മുന്നേ 2022 ഓഗസ്റ്റ് മാസം 28-ാം തീയതി ഒരു മെഗാ ക്ലീൻ ഡ്രൈവ് സംഘടിപ്പിച്ചിരുന്നു. അന്ന് ഏകദേശം 1200-ന് മുകളിൽ വേസ്റ്റാണ് ഈ നാടുകാണി ചുരത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത്. അതിൽ തന്നെ 800 കിലോളം നമ്മൾ പാമ്പേഴ്സൊക്കെ കളക്ട് ചെയ്തു.
അപ്പോൾ അന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ പ്രതീക്ഷിച്ചത് അടുത്ത തവണ ക്ലീൻ ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറവ് മാലിന്യങ്ങളാണ് ലഭിക്കേണ്ടത് യഥാർത്ഥത്തിൽ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു എഫക്റ്റീവായിട്ട് വരേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. അതിനേക്കാൾ കൂടുതൽ മാലിന്യങ്ങൾ കളക്ട് ചെയ്തൊരവസ്ഥയിലേക്കാണ് ഇത്തവണത്തെ ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അത് മനുഷ്യർക്ക് ആ ഒരു സിവിക് സെൻസ് വന്നിട്ടില്ല എന്നതിൻ്റെ ഉത്തമ തെളിവാണ്. തുടർച്ചയായിട്ടുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു സമരം ഇതിനു വേണ്ടി നടത്തണം. എന്നാലേ നമുക്ക് നാടുകാണി ചുരത്തെ തിരിച്ചെടുക്കാൻ പറ്റൂ, വീണ്ടെടുക്കാൻ പറ്റൂ. ടോട്ടൽ നാടുകാണി ചുരം 10.7 കിലോമീറ്ററിൽ 40 ടീമായിട്ട് 25ഓളം ടീമുകൾ ഒരു ടീമിലുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ വലിയ 2 വാഹനങ്ങൾ ക്ലീൻ ഹോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേസ്റ്റ് മാനേജ് ടീമാണ് ഇതിൻ്റെ വേസ്റ്റ് കളക്ട് ചെയ്യാനും ഇത് ഡിസ്പോസ് ചെയ്യാനൊക്കെ നമ്മൾ കൂടെ നിന്നത്. ഈ ടീം അവരുടെ 2 വാഹനം കൊണ്ടുവന്നത് നമുക്കൊരു 3 കിലോമീറ്റർ ആയപ്പോഴത്തേന് ഇത് ഫുള്ളായി. പിന്നീട് നമുക്ക് ഇവിടുന്ന് ലോക്കലി ഒരു വെഹിക്കിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലാണ് നാടുകാണി ചുരം പോകുന്നത്. നാടുകാണി ചുരം എന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി കൊണ്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. 7ഓളം വ്യത്യസ്തമായിട്ടുള്ള വനങ്ങളുള്ള ഒരു പ്രദേശമാണ്. ഈ ചുരത്തിൽ മാത്രമേ ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലം പോലെയുള്ള സ്ഥലത്ത് ഇതുപോലെ ഏകദേശം 48ഓളം ആനത്താരകളുള്ള, ഏകദേശം 32ഓളം വെള്ളമൊഴുകുന്ന സ്ട്രീമുകളുള്ള സ്ഥലമാണ്. ഇങ്ങനെ മാലിന്യം വലിച്ചെറിയുന്ന ആൾക്കെതിരെ തക്കതായ ശിക്ഷ കൊടുക്കുകയും ഫൈനിടുന്ന നടപടികളും എടുക്കണം. ഇനി താക്കീത് കൊണ്ടും അവബോധം നടത്തുന്നത് കൊണ്ടും എന്ത് പരിഹാരമുള്ളത്? ആളുകൾക്കൊക്കെ ഇതറിയാം ഇങ്ങനെ മാലിന്യം ഇടാൻ പാടില്ല. പക്ഷേ ആളുകൾ മാലിന്യം ഇടുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇടാൻ പാടില്ല എന്ന് പറയുന്നതല്ല, അവർക്ക് ഫൈൻ കിട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ഇടാതിരിക്കും. അപ്പോൾ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സംവിധാനം കൃത്യമായിട്ട് നിലവിൽ വരിക, അതുപോലെ പരിശോധനകൾ കർശനമാക്കുക. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, എക്സൈസ്, പഞ്ചായത്ത്, ഹെൽത്ത്, ഇങ്ങനെ പോലെയുള്ള PWD എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന് ഏറ്റവും തൊട്ടടുത്ത നിമിഷം അതിനൊരു പരിഹാരം കാണാം. നാടുകാണി ചുരത്തിനെ നമ്മൾ വീണ്ടെടുത്താൽ നമുക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാൻ അത് സഹായിക്കുമെന്നുള്ളതാണ്. വലിച്ചെറിയുന്ന സ്വഭാവം നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള ഏക പരിഹാരം. ഈ റോഡ് സൈഡിലുള്ള 2 സൈഡിലുള്ള ക്ലീൻ ചെയ്തപ്പോൾ അതിൽ കിലോ കണക്കിന് മദ്യക്കുപ്പികളാണ്, പൊട്ടുന്ന മദ്യക്കുപ്പികളാണുള്ളത്, ബിയർ ബോട്ടിൽസാണുള്ളത്. ഇത്തരത്തിലുള്ള ബിയർ ബോട്ടിൽസൊക്കെ ആന പോലെയുള്ള ജീവജാലങ്ങളുടെ കാലിൽ കൊള്ളാൻ അത് കാരണമാകുന്നുണ്ട്. ഇതിലൊക്കെ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഹോളുകളുണ്ട്. വെള്ളം ഒഴുകാൻ പോകുന്ന രൂപത്തിലാണ് ആ ഹോളുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഓരോ ഹോളുകൾക്കകത്തും നമുക്ക് മദ്യക്കുപ്പികൾ കാണാൻ പറ്റും. ആ വെള്ളത്തിന് ഒഴുകാൻ വിടാതെയാണ് അത്തരത്തിൽ ആ മദ്യക്കുപ്പികൾ നിറച്ചു വെച്ചിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നത്, ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്, ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വൈക്കടവ് നീങ്ങുകയാണ്. വൈക്കടവ് പഞ്ചായത്ത് നീങ്ങുകയാണ്. ചാലിയാർ പുഴയുടെ തീരത്തുള്ള ആളുകളൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ ജീവിക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ അടുത്ത ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവുമെന്നാണ് നമ്മൾ പേടിക്കുന്നത്, നമ്മൾ ഭയക്കുന്നത്. കാരണം അത്ര അധികം മാലിന്യം ഇവിടെ കുന്നുകൂടിയിട്ട് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മാലിന്യം വലിച്ചെറിഞ്ഞ് ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനവിടെ തടഞ്ഞു വെക്കുക ചെയ്തിട്ടുള്ളത്. ഇത് ഒരുമിച്ച് മഴക്കാലം വരുന്ന സമയത്ത് ഒന്നായിട്ട് പൊട്ടിയൊലിച്ച് താഴത്തേക്ക് വരും. അപ്പോൾ ഈ നാടുകാണി ചുരം ഇനി ഉണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ ഇതൊക്കെ മനുഷ്യരുടെ തലയുടെ മുകളിലേക്കായിരിക്കും ചാടി വീഴുന്നത്. ഇതിൽ കുറേ ആളുകൾ മരണപ്പെടും.